ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പ്രിൻസ് എഡ്വേർഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഷാർലറ്റ് ടൗണിലൂടെ നമുക്കൊരു യാത്ര പോയാലോ? വളരെ മനോഹരമായ യൂറോപ്യൻ ആർക്കിടെക്ചറുകളെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു കൺസ്ട്രക്ഷനാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ പ്രിൻസ് എഡ്വേർഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ഷാർലറ്റ് ടൗണിലുള്ളത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. വളരെ എലഗൻറ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലായിടത്തും. അപ്പോൾ ആ ഒരു ഷാർലറ്റ് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നമുക്ക് ലേക്കുകളും ഐലൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ബീച്ചൊക്കെ കാണാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഭാഗത്താണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും കിട്ടുന്ന മീൻ മാക്രലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മീൻ. പിന്നെ നമുക്ക് ചൂര, നാട്ടിലെ ചൂര പോലത്തെ ഇവിടെ ട്യൂണ എന്ന് പറയും. പിന്നെ അതുപോലെ സാൽമണും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മീനുകളൊക്കെ കിട്ടുന്ന വളരെ നല്ലൊരു സ്ഥലമാണ് ഷാർലറ്റ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു അറ്റ്ലാന്റിക് ഓഷൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ വലയല്ല, നമ്മൾ ചൂണ്ടയിടുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ചൂണ്ടയിടാനൊക്കെ പോയി. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടാനുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. ആ ലാൻഡ്സ്കേപ്പ് വളരെ മനോഹരമായിട്ട് തന്നെ പൂക്കളൊക്കെ വെച്ച് അതായത് ചെടികളൊക്കെ നട്ട് വളർത്തി വളരെ മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബിൽഡിങ്ങുകളൊക്കെ ക്യൂബെക് സിറ്റി അതുപോലെ ഹാലിഫാക്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതുപോലെ മോഡേൺ ആയിട്ടുള്ളതും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുടെ ഒരു കൂട്ടമാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ബിൽഡിങ്ങുകളൊക്കെ പണിതിരിക്കുന്നത് ഐലൻഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. അപ്പം ടൂറിസ്റ്റുകൾക്ക് വരാനും കാണാനും ഒക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഈ ഒരു പ്രിൻസ് എഡ്വേർഡിലെ ഈ ഷാർലറ്റ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ടൗൺ. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്. ഈ ഒരു റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് ചെല്ലുന്ന സ്ഥലം ശരിക്കും മലയാളികൾ വളരെയധികം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ഈ ഒരു റൗണ്ട് അബൌട്ടൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന ആ ഒരു പ്രദേശം മുഴുവൻ ചെറിയൊരു കേരളം പോലെ തന്നെയാണ്. കാരണം കുറേയധികം മലയാളികൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുറേയധികം മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരുടെ സ്വന്തമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഈ ഒരു പ്രദേശത്ത് മാത്രം താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്.